അനൗൺസർ ഇരിക്കും, നീ വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് കാണിച്ചു തരാം, അത് നോക്കി ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റൈലില് ഈ മാജിക് കാണിക്കുന്ന പോലെ കണ്ടോ, ഇത് കാണാൻ പോലെ മനസ്സിലായോ? ഇല്ലല്ലോ, എന്നാൽ നീ അടങ്ങിയിരിക്കും, എന്നാൽ അടുത്ത പേജ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവനെ പിടിച്ചിരുത്തി. അവസാനം ഇവിടെ അവസാനം കൊണ്ടുപോയി എഴുതുന്ന 20 രാജ്യങ്ങൾ. അതിൽ അടുത്ത പേജ് അങ്ങോട്ട് മറിക്കുമ്പോൾ പറയും, നീ കണ്ടോ വലത് കൈയിൽ ഇത് ഇതെല്ലാം വേദപുസ്തകത്തിലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു കൂട്ടം ജനത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ഒരു മുഖാന്തരമായി യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ട് അടുത്ത മാസം സ്നാനപ്പെടാമെന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. ഇന്ന് ആ ദിവസത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങി ചെയ്യണം. കർത്താവിന്റെ വരവ് ആസന്നമായി. ഇതിനകത്ത് സ്നാനപ്പെടാത്ത പുള്ളികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെള്ളം കണ്ടാൽ ഇറങ്ങാത്ത ആടുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്നാനമൊക്കെ എടുക്കണം. എന്തിനു വേണ്ടി സ്നാനം എടുക്കണം? ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആര് പറഞ്ഞാലും ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന് കരുതിയോ, രോഗസൗഖ്യം കിട്ടുമെന്ന് കരുതിയോ, ഒരു വീട് വയ്ക്കാൻ പണം കിട്ടുമെന്ന് കരുതിയോ, പെട്ടെന്ന് കല്യാണം നടക്കുമെന്ന് പറഞ്ഞോ, പരീക്ഷയിൽ നല്ലവണ്ണം മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞോ, ദയവി ഈ കഷ്ടം മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും സ്നാനപ്പെടും. ദയവായി സ്നാനപ്പെടരുത്. ഒരു കാര്യം കൂടെ പറയാം, കഷ്ടത കൂടിക്കൊണ്ടിരിക്കും, വേദന കൂടിക്കൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ ഉള്ളത് കൂടെ നഷ്ടപ്പെടുന്നിരിക്കും. എന്നാലും ശരിയല്ല, എനിക്ക് എന്റെ കർത്താവിനോട് ചേരണം, എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനോട് എനിക്കൊന്ന് ചേരണം എന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞെങ്കിൽ, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ സ്നാനമെടുക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് ലോകവും ചരിത്രവും വിളിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമോ? ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി. ഇതുവരെ മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇതുവരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇനിയും വൈകാതെ കാര്യങ്ങളിലേക്ക് കടക്കുവാൻ ഇനിയും സമയം വൈകാതെ, ഒരു സെക്കൻഡ് പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ എന്റെ കർത്താവിന് വേണ്ടി ഒരു നിമിഷം ഒന്ന് ഒരുങ്ങാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങൾ ഒത്തിരി സമയം കൊണ്ട് നിരത്തിരിക്കുകയല്ലേ? വേണമെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരല്പ സമയം പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കണമെങ്കിൽ എഴുന്നേൽക്കാം, അല്ലെ മുട്ടുമരിക്കണമെങ്കിൽ മുട്ടുമരിക്കാം, ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം, എഴുന്നേൽക്കണമെങ്കിൽ എഴുന്നേൽക്കാം, നിർബന്ധമില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി വിട്ടുതരികയാണ്. അല്പസമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വലിയ വിശാല മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ തയ്യാറായ ഒരു ഭാഗമാണല്ലോ. നിങ്ങൾ കർത്താവിന്റെ ഒരു സമയം ചെലവഴിക്കുന്നുണ്ടോ? ഒരാഴ്ചയിലെ കഠിനാധ്വാനത്തിന്റെ നടുവിൽ വിശ്രമിക്കാനുള്ള സമയം നിങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നല്ലോ. നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ ദൈവവിധരെ, ഈ ദൈവിക സന്ദേശം കേട്ടിട്ട് ഈ സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. ഈ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ എന്റെ സ്നേഹിതരെ, എന്റെ പ്രിയ ജനമേ, കർത്താവിന്റെ മക്കളെ, നിങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുമോ? ഈ സുവിശേഷം മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും യേശുവിനെ കർത്താവിന്റെ രക്ഷകനുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വരാതെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് ഈ ദൈവിക സന്ദേശം കേട്ട് ഞാൻ കർത്താവിനോട് ചേരുവാൻ വെള്ളത്തിൽ സ്നാനപ്പെടുമെന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? ഇന്ന് പകൽ ഇതുവരെയും സ്നാനപ്പെടാതെ ഞാൻ പറയട്ടെ, നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയാൻ പ്രായം നിനക്കായി കഴിഞ്ഞെങ്കിൽ നിനക്കിനി സ്നാനപ്പെടാൻ അവൻ അമാന്തിക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ വരവ് സമീപമായിരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും, എനിക്കറിയില്ല, ഒരു പക്ഷേ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു, ആരെങ്കിലും യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെടാതെ ഇതിനകത്തുണ്ടെങ്കിൽ അവൻ കർത്താവിനെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. യേശുവിനെ വചനമനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ തയ്യാറാണ്. ഞാൻ യേശുവിനോട് ചേരുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറയുവാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇന്ന് അങ്ങനെ ആരെങ്കിലും തീരുമാനമെടുക്കുന്നവരുണ്ടോ? മാനസാന്തരപ്പെടുന്നവരുണ്ടോ? എനിക്ക് നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്റെ ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും. കൊടുക്കൽ വാങ്ങലുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധി ഉള്ളതായിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ കൊടുത്തു തീർക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ദൈവം നമ്മെ ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്ന് നാം വിശ്രമിക്കാൻ കിടക്കുമ്പോഴും ദൈവം നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. വരും ദിവസങ്ങൾ ദൈവം നമുക്കിത് വരച്ച് കാണിച്ച് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുൻപിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനോട് ചേരുവാൻ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവജനമേ, യേശുവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് കർത്താവിന്റെ വരവിന് മുമ്പ് കടവാതിലുകളെല്ലാം തീർത്ത് കർത്താവിന്റെ സന്നിധി സ്വന്തമായി ഇരിക്കാൻ
നിങ്ങൾക്ക് കൃപ ലഭിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കടബാധ്യതയുള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായ കടബാധ്യതകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതിനെ പ്രാർത്ഥിക്കുവാനൊരു പ്രേരണ ഉണ്ടാകുന്നു. അങ്ങനെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. കടബാധ്യതകൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇവയെല്ലാം മാറിപ്പോയി ജനം പിടിപ്പിക്കപ്പെടുവാൻ ദയവായി മറ്റുള്ളവരാരും കണ്ണുകളെ തുറക്കരുത്. കടബാധ്യതകൾ യേശുവിന്റെ നാമത്തിൽ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ കാണുക. ഇവരുടെ കടബാധ്യതകളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക ശാപം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിനെ കാണിക്കുന്നു. രാജ്യമായ ഭയങ്കരമായി പുകച്ചിലും യൂറിനറിൽ പ്രോബ്ലം അനുഭവിക്കുന്ന റവന്യനെ കാണിക്കുന്നു. യൂറിനറിൽ പ്രോബ്ലം അനുഭവിക്കുന്ന റവന്യ ദൈവാത്മാവിനെ കാണിക്കുന്നു. പകൽ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. ഞാൻ ഈ സഭയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, അവൻ കർത്താവ് വിളിച്ച് പുറത്തേക്ക് ഇറക്കിയ അബ്രഹാം ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നിന്റെ വാഗ്ദത്തം കേട്ട് നിന്റെ വാക്ക് കേട്ട് ഞാൻ നിന്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ എനിക്ക് സന്തതികളില്ലല്ലോ, എന്റെ അവകാശി ഇലയാട്ടറാകുമോ? കർത്താവ് പറഞ്ഞു, ഇല്ല അബ്രഹാമേ, ഇല്ല. നിന്റെ അവകാശി ഇലയാട്ടറാകത്തില്ല. നിന്റെ അവകാശി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇഷ്ടമായിരിക്കും. ആമേൻ. എന്തുകൊണ്ട് ഈ വാക്ക് ദൈവം പറയുമെന്ന് എനിക്കറിയില്ല. അബ്രഹാമേ, നിന്റെ അവകാശി ഇലയാട്ടറായിരിക്കില്ല. നിന്റെ അവകാശി നിന്റെ രക്തത്തിൽ തുറക്കുന്ന ഒരു ഈന്തകാകായിരിക്കും. ദൈവമാറ്റത്തെ നിറവേറ്റുവാൻ നമ്മളുടെ തോപ്പിലിരിക്കുന്ന അബ്രഹാമിന്റെ അടുക്കൽ അബ്രഹാം അവനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി അവരുടെ കാലുകൾ കഴുകി അവരെ പാർപ്പിച്ച് അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ അതിലൊരുവൻ ഇപ്രകാരം പറഞ്ഞ, അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിനക്കൊരു തലമുറ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടും. ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നതിനകത്ത് ആരെങ്കിലും തലമുറയില്ലാതിരിക്കുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ കുടുംബത്തിനകത്ത് ആരെങ്കിലും തലമുറയില്ലാതെ മാറപ്പെടുന്നെങ്കിൽ അതിനറിയില്ല. എന്തുകൊണ്ട് ഈ പ്രവചനം അറിയാനറിയില്ല? കർത്താവെ വ്യക്തമല്ല, പക്ഷെ ഞാൻ പ്രവചിക്കുന്നു. അബ്രഹാമേ, സാറായെ, നിന്റെ അവകാശി ഇലയാട്ടറല്ല. നിന്റെ അവകാശി ഇസഹാക്ക്. ദൈവാത്മാവ് പറയുന്നു, അടുത്ത വർഷം ഇതേ സമയമാകുന്നു. ഇസഹാക്കിനെ നീ അണച്ചുകൊള്ളും. ഇന്ന് പരിശുദ്ധാത്മാവേ, ഈ വചനത്തിന്റെ ശക്തി ക്രിയ ചെയ്യട്ടെ. ദൈവത്തിന്റെ ശക്തി വാസ്തവമായി ഞാൻ ചോദിക്കട്ടെ, എനിക്കിവിടെ ഇരിക്കുന്ന ആരുടെയും ഹിസ്റ്ററി അറിയത്തില്ല, ഒരു വ്യക്തിയുടെ ഹിസ്റ്ററി അറിയത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, വ്യക്തമായി എന്നോട് പറയുന്നു, അബ്രഹാമേ, നിന്റെ അവകാശി ഇലയാട്ടറായിരിക്കും. നിന്നിൽ നിന്ന് ഒരു ഈസഹാക്ക് പൊട്ടി പുറത്തു വരും. ഈസഹാക്ക് പുറത്തു വരും. ഇതാർക്കുള്ള ദുഃഖമെന്ന് എനിക്കറിയില്ല, എന്നോട് ചോദിക്കണ്ട. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, ഞാനൊരു പോഷണം പോലെ വിളിച്ചു പറയുന്നു, അതതുപോലെ പ്രായമോ വളർച്ചയോ ഒന്നും ഒരു ഘടകമായിരിക്കത്തില്ല. വൈദ്യശാസ്ത്രം എന്ത് പറഞ്ഞാലും അതൊരു വിഷയമായിരിക്കത്തില്ല. ദൈവം പറഞ്ഞു, ഒരു ഈസഹാക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കില്ല. ഇന്ന് പകൽ കർത്താവെ, തകർന്നിരിക്കുന്ന ഒത്തിരി ഹൃദയങ്ങൾ ഞാൻ കാണുന്നു. ഒരുപാട് രോഗികളെ ഞാൻ കാണുന്നു. കൈ അധികം ഉയർത്താൻ കഴിയാത്ത വ്യക്തികളുണ്ട്. കൈ അധികം ഉയർത്താൻ കഴിയാത്തവരുണ്ട്. ഷോൾഡർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ കൈ യേശുവിന്റെ നാമത്തിൽ കൈകൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം സൗഖ്യം പ്രാപിക്കട്ടെ. വചനം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞല്ലോ, ആ വചനം സൗഖ്യമാക്കും. ഒരു നിമിഷം നിങ്ങളുടെ കൈ നിങ്ങളുടെ തലമേൽ വയ്ക്കാമെങ്കിൽ ഞാൻ രോഗികൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഷുഗർ നോർമലാകട്ടെ, നോർമലാകട്ടെ, BP നോർമലാകട്ടെ, യേശുവിന്റെ നാമത്തിൽ നോർമലാകട്ടെ. ശക്തി ജനത്തിനോട് യേശുനാമത്തിൽ അസ്ഥി വേദനകൾ മാറിപ്പോകുന്നു. തണുപ്പ് സഹിക്കാൻ കഴിയാതെ അസ്ഥികൾക്ക് വേദന അനുഭവിക്കുന്നുണ്ടല്ലോ.
സൗഖ്യമാക്കണം. ഇവിടെ വിശാല മനസ്സ് പ്രത്യേകദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒത്തിരി ടൈം പോയി. എന്നാലും കർത്താവെ, എന്റെ കുഞ്ഞുങ്ങൾ ക്ഷീണമുള്ളവരെ ആരുമായി പോകാതെ എന്റെ കാത്തോളമേ മതസ്ഥ കർത്താവിന്റെ പരമേശ്വരനാമത്തെ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ വിഷയങ്ങൾ പഠിക്കാൻ ആൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഒരുക്കമാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്ര ദിവസങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇരുപ്പാൻ താല്പര്യമുണ്ടെന്ന് സൗകര്യം ആഗ്രഹിക്കുന്നു. ഉണ്ടെങ്കിൽ അതിനെ ക്രമീകരണം ചെയ്യാം. ദൈവത്തെ ആളുകൾ ഭാവിക്കുവാൻ അതിന് കഴിവും ക്രമയുള്ളത് വരുമ്പോൾ നമുക്ക് പ്രയോജനമായി തീരും. എത്ര പേര് താല്പര്യമുണ്ട്? ആർക്കും താല്പര്യമില്ല. താല്പര്യമുള്ള കൈയൊന്ന് ഉയർത്തിക്കുക. സ്തോത്രം. എത്ര ദിവസമുണ്ടോ ജോൺസൺ? ചോദിക്കണം. ഏത് ദിവസവും അടുത്ത മീറ്റിംഗ് എപ്പോഴും ഓക്കെ. അങ്ങനെ പാർശ്വ സമയമുണ്ടെങ്കിൽ സ്തോത്രം. കുഞ്ഞുങ്ങൾ പരീക്ഷ നടക്കാൻ എനിക്കറിയാം. എങ്കിലും നമുക്ക് വചനത്തിലെ പല വിഷയങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ കഴിയുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത് ക്രമീകരിച്ചിട്ട് പറയും. അതനുസരിച്ച് നിങ്ങളെ വിളിച്ചറിയിക്കാം. അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള മറ്റുള്ളവർക്ക് വിളിച്ചുകൊണ്ട് വന്നാട്ട് കേട്ടല്ലോ, ലോകത്തിന്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവേറ്റം ആസന്നമായിരുന്ന സകല സംഭവങ്ങളും മാധ്യമങ്ങളും നമ്മുടെ ഹൃദയം തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോവുകയില്ല, ഇതിങ്ങനെ അധികം ഒഴുക്കുകയില്ല, അധികം മുമ്പോട്ട് പോവുകയില്ല. നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഈ മുസ്ലിം സഹോദരങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ പറയാറുണ്ട്, ഇതിങ്ങനെ മുമ്പോട്ട് പോവുക, ലോക അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം അവരെ ഖുർആൻ പറഞ്ഞതനുസരിച്ചും ഹല്ലേലൂയ പല വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് വലിയ വലിയ മണിമാലകളുമാണ്. അവരിതൊന്നുമല്ല പറയുന്നത്, മറ്റു വിഷയങ്ങളാണ്. വലിയ വലിയ മന്ദിരങ്ങളുണ്ടാകും, വലിയ വലിയ കെട്ടിടങ്ങളുണ്ടാകും, മണ്ണുണ്ടാകും. ഇതൊക്കെ ലോകത്തിന്റെ അവസാനത്തിന്റെ ലക്ഷണമാണ്. കർത്താവിന് അവരവർക്ക് അറിഞ്ഞുകൊടുക്കും. നമുക്ക് ലോകത്തിന്റെ അവസാനമല്ല വിഷയം. നമുക്കെന്താ വിഷയം? നമ്മുടെ കർത്താവിന്റെ വരവാണ്. സ്തോത്രം. ലോകം അവസാനിക്കുമ്പോൾ കർത്താവ് വരും. ആ വരവിൽ ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. അതുകൊണ്ട് ദൈവജനത്തിന് കൂടുതൽ വിഷയങ്ങൾ പഠിപ്പാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭാഷയുടെ സൗകര്യം അനുസരിച്ച് അങ്ങനെ ക്രമീകരണം ചെയ്യാം, മറ്റുള്ളവരെ അറിയിക്കാം, കടന്നു വന്ന് വചനത്തിൽ ആലോചന പ്രാപിക്കാം. അടുത്ത ദിവസം മീറ്റിംഗ് ഓർപ്പിക്കട്ടെ, എന്നിട്ട് പ്രാർത്ഥന മീറ്റിംഗ് അവസാനിപ്പിക്കാം. വരുന്ന ഞായറാഴ്ചയോടെ